ചടങ്ങുണ്ട്. ആ ചടങ്ങിനെ പറ്റി നമുക്കൊന്ന് ചോദിക്കാം. എങ്ങനെയാണ് ഓണവില്ല് കൊണ്ട് പത്മനാഭന് സമർപ്പിക്കുന്ന ആ ഒരു ചടങ്ങ്? ചടങ്ങെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 3/4 മണിക്കൂറോളം എടുക്കുന്ന ഒരു നീണ്ട ചടങ്ങ് തന്നെയുണ്ട്. ചടങ്ങിന് മുമ്പ് ഞങ്ങൾ ഉത്രാട നാൾ കുടുംബക്ഷേത്രത്തിൽ തെക്കതിൽ വച്ചിട്ട് ഈ 12 വില്ലുകൾ ഉത്രാട പൂജ ചെയ്യുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വരാറുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് വരെ വൈകുന്നേരങ്ങളിൽ നല്ല ജനത്തിരക്കായിരിക്കും ഈ 12 വില്ലുകൾ കാണാനും അത് കണ്ടു തൊഴാനും വേണ്ടിയിട്ട്. കാര്യം 33 കോടി ഈശ്വരന്മാരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാകും, അത്രയും എനർജി ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അതിൻ്റേതായ ഐശ്വര്യവും അവർക്കൊരു പോസിറ്റീവ് എനർജിയും കിട്ടുന്നതുകൊണ്ട് എല്ലാ വർഷവും തുടർച്ചയായിട്ട് വരുന്ന ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ തീരുമാനിച്ചു, രാവിലെ മുതൽ ഈ 12 വില്ലുകൾ ഇവിടെ പ്രദർശിപ്പിക്കുകയും വൈകുന്നേരം പൂജ നടത്തുകയും ചെയ്യണം. അങ്ങനെ കഴിഞ്ഞ വർഷം മുതൽ ഭക്തജനങ്ങൾ വന്ന് കണ്ട് തൊഴുന്നുണ്ട്. ഉത്രാട പൂജ നടത്തിയിട്ട് പിറ്റേ ദിവസം തിരുവോണ ദിവസം രാവിലെ 4 മണിക്ക് മുൻകാലങ്ങളിൽ കുതിരവണ്ടിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വില്ല് വണ്ടി എന്നാണ് അതിന് പേര് പറയുന്നത്. വില്ല് കൊണ്ടുപോകുന്നതുകൊണ്ട് വില്ല് വണ്ടി എന്നുള്ള പേര് വന്നു. അപ്പം അങ്ങനെ ഇവിടുന്ന് കുതിരവണ്ടിയിൽ കൊണ്ടുപോയിട്ടുള്ളതായിട്ട് അപ്പൂപ്പനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിൽക്കാലത്ത് പിന്നെ അത് കാൽനടയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കാൽനടയായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ചില ഓണ സമയത്ത് നല്ല മഴയായിട്ട്, അപ്പം മഴയായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്ന് ഞങ്ങൾ പിന്നീടത് കാൽനട ഒഴിവാക്കിയിട്ട്, അന്ന് കൂടെ പക്കമേളങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിയിട്ട് അലങ്കരിച്ച വാഹനത്തിലാക്കി. പിന്നീട് അത് പിന്നെ തുടർച്ചയായിട്ട് ആ വാഹന എഴുന്നള്ളിപ്പ് അങ്ങനെ കൊണ്ടുപോയാണ് ചെയ്യുന്നത്. അലങ്കരിച്ച വാഹനത്തിൽ ഈ 12 വില്ലുകൾ നാമജപത്തോടുകൂടി കിഴക്കേ നടയിൽ കൊണ്ടുചെല്ലും. മുൻപ് കിഴക്കേ നടയിൽ എത്തുമ്പോൾ തന്നെ അവിടെ ഈ കോട്ടയുടെ തെക്ക് ഭാഗത്തായിട്ട് വലിയ മണി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മണി മുഴക്കണം. ഈ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ ഇറങ്ങി ആ മണി മുഴക്കുമ്പോൾ ക്ഷേത്രത്തിനകത്ത് പോറ്റി അവിടെ തിരി തെളിച്ച് പാണിവിളക്ക് തെളിയിക്കുകയും ഓണവില്ല് കൊണ്ടുവരുന്ന കുടുംബം എത്തിയിട്ടുണ്ട് എന്ന്, അതായത് ചടങ്ങ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ആരംഭം കുറിക്കാൻ വേണ്ടിയിട്ട് ആ സമയം ഈ മണി മുഴക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ആ മണി ഇല്ല. എന്നാലും ഞങ്ങൾ കിഴക്കേ നടയിലൂടെ കിഴക്കേ കോട്ടയ്ക്കകത്തുകൂടി കയറി അഭേദാശ്രമത്തിൻ്റെ മുൻവശത്തുള്ള ഭാഗം വരെ എത്തുകയും അവിടെ നിന്നും കാൽനടയായിട്ട് ഈ ഭഗവാന്റെ കിഴക്കേ നടയിലൂടെ അകത്ത് കയറും. അപ്പോൾ ഈ അകത്ത് കയറി ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ, ശ്രീകൃഷ്ണൻ്റെ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള വലത് ഭാഗത്തായിട്ട് ഈ 12 വില്ലുകൾ ചാരി വയ്ക്കും. അപ്പോൾ കുടുംബാംഗങ്ങൾ ഓരോരുത്തരായിട്ടാണ് ഓരോ വില്ലും കൊണ്ട് പോകുന്നത്. ഇവയെല്ലാം നിലത്തൊരു നേരിയത് വിരിച്ചിട്ട് അതിൽ ചാരി വയ്ക്കും. കുറേ സമയം കഴിയുമ്പോൾ ഈ ക്ഷേത്രത്തിനകത്തു നിന്നും പൂജാരിമാരും വാണിവിളക്കിൻ്റെയും വായ്ക്കുരവയുടെയും പക്ക മേളത്തിൻ്റെയും അകമ്പടിയോടുകൂടി പൂജാരിമാർ ദക്ഷിണയും, ഇതിൽ ഓരോ വില്ലിനും ഓരോ വസ്ത്രം വരുന്നത്, അതിനെ കച്ചമുറി എന്നാണ് പറയുന്നത്. ഓരോ തോർത്ത് പോലെ ഇരിക്കും, പക്ഷെ അത് സാധാരണ തോർത്ത് പോലെയല്ല, നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള ഒരു തോർത്താണ്. അതിനെ കച്ചമുറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓരോ വില്ലിനും ഓരോ കച്ചമുറി, 12 കച്ചമുറിയും 3 ദേലിയതും, അത് പ്രധാനപ്പെട്ട കാരണവർക്കും പരികർമ്മി, അതായത് കുടുംബത്തിലുള്ള തന്നെ അനുജനായിട്ട് വരുന്ന സഹായിയായിട്ട് നിൽക്കുന്ന ആളിനും ഓരോ നേരിയതും, പിന്നെ നിലത്ത് വിരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു നേരിയതും, അങ്ങനെ 3 നേരിയതും പ്രസാദം. പിന്നെ മുൻകാലങ്ങളിൽ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ കുടുംബത്തിന് പിടിപ്പണം, ചെറിയ ഒരു പൊൻ നാണയം അങ്ങനെയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് എല്ലാം ആ സമയത്ത് പ്രസാദം ഉൾപ്പെടെ ഈ കാരണവർക്ക്, ഓണവില്ല് സമർപ്പിക്കുന്ന കാരണവർക്ക് ഏൽപ്പിക്കുന്നു. ആ സമയം വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം നല്ല പക്കമേളത്തിൻ്റെയും വായ്ക്കുരവയുടെയും ഒക്കെ ഒരു മേളത്തോടു കൂടിയുള്ള ഒരു ചടങ്ങാണ്. ആ സമയം ഞങ്ങളിത് വില്ലുകൾ ഓരോന്നായിട്ട്, ഞാനാണ് ഇപ്പോഴത്തെ തലമുറയിലെ കാരണസ്ഥാനിയായിട്ടുള്ളത്. ഇപ്പം എൻ്റെ തൊട്ട് മുമ്പുള്ള എൻ്റെ അപ്പൻ്റെ അനുജന്മാരെ
ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ആ സമയം. കാര്യം ഇപ്പം തന്നെ നിലവിൽ അപ്പൻ്റെ അനുജന്മാരിൽ അപ്പൻ ഉൾപ്പെടെ 5 പേരാണ്. അതിൽ 2 പേര് നമ്മൾ വിട്ടു പോയിട്ടുണ്ട്, ബാക്കി 3 പേരുണ്ട്. അപ്പോൾ ഇതിൽ ആ സമയം വരാൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കും. അവരെ കയ്യിൽ നിന്നും ഈ കാരണവരും വില്ലുകൾ ഓരോ വില്ലായിട്ട് കാല് തൊട്ട് വണങ്ങി വില്ല് ഏറ്റുവാങ്ങും. ഞാനിത് ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഏറ്റുവാങ്ങിയിട്ട് ആ വില്ല് ഭഗവാനെ 3 നടയാണ്. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിന് 3 നടവഴിയാണ് കാണുന്നത്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, അങ്ങനെ 3 കാലത്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് 3 നട കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 3 നടയെയും കാണിക്കുന്ന രീതിയിൽ ഒരു മഴവില്ലിൻ്റെ രൂപത്തിൽ ഈ വില്ലുകൾ കാണിക്കും. ഈ വില്ലുകൾ ഓരോന്നായിട്ട് ഒരു നട ആദ്യം ഭൂതകാലത്ത് കാണിക്കും, പിന്നെ നടുക്ക്, പിന്നെ പാദത്തിൻ്റെ അവിടെ, അങ്ങനെ ഇങ്ങനെ ഒരു മഴവില്ല് പോലെ ഈ വില്ല് കാണിക്കും. അത് 3 പ്രാവശ്യം കാണിക്കും. അങ്ങനെ അത് കാണിച്ചതിന് ശേഷം ഓരോരുത്തരെയായിട്ട് കുടുംബാംഗങ്ങളെ ഓരോരുത്തരായിട്ട് ഇത് ഏൽപ്പിക്കുന്നു. ഈ ഏൽപ്പിച്ചിട്ട് ഈ വില്ലുകൾ വാങ്ങി അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ, അപ്പം 33 ഈശ്വരന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ ആ ഓരോ മനുഷ്യനും അവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യനും ഓരോ ദേവന്മാരാണെന്നുള്ള സങ്കല്പത്തിൽ അവരെല്ലാം ഈ വില്ല് ഓരോ വില്ലായിട്ട് കാണിച്ച് തിരിച്ച് ഈ നിലത്ത് വിരിച്ചിരിക്കുന്ന കച്ചമുറിയിൽ നിലത്ത് വിരിച്ചിരിക്കും, നേരിയത് വിരിച്ചിരിക്കും. ആ നിലത്ത് വിരിച്ചിരിക്കുന്ന കച്ചമുറിയിൽ ഓരോ വില്ലായിട്ട് വയ്ക്കും. അങ്ങനെ 12 വില്ലുകളും ഇത്തരത്തിൽ ഓരോരുത്തരായിട്ട് കൊണ്ടുപോയി ആദ്യം ഭഗവാനെ കാണിക്കുന്നു, പിന്നെ അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങളെയും കാണിച്ച് കച്ചമുറിയിൽ വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഓരോരുത്തരും കുടുംബാംഗങ്ങളെല്ലാവരും സാഷ്ടാംഗം അവിടെ നിലത്ത് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അത് പുഷ്പം തുളസി ഇലയ്ക്ക് ഇട്ട് നമ്മൾ ആത്മസമർപ്പണം നടത്തിയിട്ടാണ് ആത്മസമർപ്പണം നടത്തി നമ്മൾ സാഷ്ടാംഗം പൂജിക്കുകയാണ് ചെയ്യുന്നത്, നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ 12 വില്ലുകളും അവിടെ വരുന്ന കാവൽക്കുറുപ്പിനെ ഏൽപ്പിക്കും. ഈ കാവൽക്കുറുപ്പിനെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഈ കാവൽക്കുറുപ്പ് 12 വില്ലുകളും ഏറ്റുവാങ്ങി അവിടെ ശിവേലിപ്പുര ഒരു വലത് ചുറ്റും. ഈ ശിവേലിപ്പുരയുടെ ആദ്യ തൂണിൽ കാണുന്നത് ക്ഷേത്രശില്പിയാണ്. അപ്പോൾ ഈ ഞങ്ങൾ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ക്ഷേത്രശില്പിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ടാണ് ചടങ്ങ് തുടങ്ങുന്നത്. അപ്പോൾ ആ ക്ഷേത്രശില്പിയുടെ മുന്നിൽ നിന്നാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ആ ക്ഷേത്രശില്പിയുടെ ശില അവിടെ കൊത്തിയിട്ടിട്ടുണ്ട്. അതിന് ഒരു വശത്തായിട്ട് മുഴക്കോല് അടിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിൽ കാണുന്ന എല്ലാ വീടുകളുടെയും കൊട്ടാരങ്ങളുടെയും ഒക്കെ അളവ് ആ മുഴക്കോലിൻ്റെ അളവിലാണ് നിർണ്ണയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നും ശീവേലിപ്പുര ഏറ്റുവാങ്ങിയ വില്ലുകൾ കൊണ്ട് ശീവേലിപ്പുര ഒരു വരത് ചുറ്റി കിഴക്കേ നടയിലൂടെ തന്നെ കിഴക്കേ നടക്കകത്തുകൂടി കയറി വീണ്ടും ശ്രീകോവിലിനെ ഒരു വരത് ചുറ്റി ഭഗവാന്റെ അവിടെ ഈ പള്ളിപ്പലകയിൽ അഭിശ്രവണ മണ്ഡപത്തിലെ പള്ളിപ്പലകയിൽ ഈ 12 വില്ലുകളും ഈ 12 വില്ലുകൾ വച്ചതിന് ശേഷം അവിടുത്തെ പൂജാരിമാരും ഞങ്ങൾ പൂർവികമായിട്ട് ഞങ്ങളുമൊക്കെ ചേർന്നാണ് ഇതിൻ്റെ കുഞ്ചലവും ഞാണവും ഒക്കെ കെട്ടുന്നത്. ഇപ്പോൾ ഞങ്ങൾ അധികം അങ്ങോട്ട് കയറാറില്ല. അവിടുത്തെ പോറ്റിമാർ ഇതിൻ്റെ 2 വശങ്ങളിലായിട്ട് കുഞ്ചലവും ഞാണും കെട്ടി അലങ്കരിക്കും. അപ്പോൾ ഈ കുഞ്ചലം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ തടവുകാരായ അന്തേവാസികളാണ്. അവരും വളരെ വ്രതശുദ്ധിയോടുകൂടി ചെയ്യുന്നതാണ്. അപ്പം ക്ഷേത്രത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തമ്പുരാക്കന്മാരായിരുന്നു ഇവിടെ നമ്മുടെ വീട്ടിനടുത്തായിട്ടാണ് സെൻട്രൽ ജയിൽ വരുന്നത്. അവർക്ക് അവിടെ സ്ഥാനം കൊടുത്തു. നമ്മുടെ പൂർവികരുടെ സ്ഥലമായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് എഴുതി കൊടുക്കുകയും ആ സ്ഥലത്ത് സെൻട്രൽ ജയിലിലെ തടവുകാരായ അന്തേവാസികൾ അവർ തന്നെ വളരെ വ്രതത്തോടു കൂടി ജാതി മതഭേദമെന്നെ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ആ സമയം ഒരുക്കങ്ങൾ ചെയ്യുകയാണ് പതിവ്. അപ്പം അവിടെ നിന്ന് തടവുകാരെ പോകുന്നവർ ഇത്തരം ജോലികൾ ചെയ്യുന്നവർ അവരുടെ തടവ് ജീവിതം കഴിഞ്ഞതിന് ശേഷം അവിടെ പുതിയതായിട്ട് വരുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കും. അതായത് ആഗ്രഹത്തോടെ വരുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കും. അപ്പം ഈ കുഞ്ചലം ഉണ്ടാക്കുന്നതിനും ഞാണുണ്ടാക്കുന്നതിനുമുള്ള രീതി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അതൊരു പാരമ്പര്യം പോലെ തന്നെയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരത് ചെയ്ത്. അപ്പം ഞങ്ങൾ ഈ ഓണത്തിന് ഒരു മുമ്പായിട്ട് ചിങ്ങമാസത്തിൽ തന്നെ ഞങ്ങളെ ഏൽപ്പിക്കണമെന്ന് അവർ പറയുകയും അവരത് ആ സമയത്ത് എന്നെ വിളിച്ചു പറയുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോയി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ആ കുഞ്ചലമാണ് ഈ 12 വില്ലുകളിലും
രണ്ട് വശങ്ങളിലായിട്ട് കെട്ടി അലങ്കരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുരുത്തോലയും കൂടെ കെട്ടും. കുരുത്തോല കെട്ടുന്നത് ഒന്ന് ഭദ്രകാളിയുടെ സാന്നിധ്യം. ഞങ്ങളുടെ പൂർവികർ ഭദ്രകാളിയെ ഉപാസിക്കുന്ന ഉപാസകന്മാരാണ്. അപ്പം ഭദ്രയുടെ സാന്നിധ്യവും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അപ്പം ആ കുരുത്തോലയും കൂടെ കെട്ടി അലങ്കരിച്ച് ഈ 12 വില്ലുകളിൽ അനന്തശയനം വരച്ച വില്ല്, ഏറ്റവും വലിയ വില്ല് ശ്രീപത്മനാഭസ്വാമിയുടെ ഉദരഭാഗത്ത് ചാരി വയ്ക്കും. അപ്പം അതാത് വില്ലുകൾ ഈ അനന്തശയനം, ദശാവതാരം, പട്ടാഭിഷേകം, ശാസ്താവ്, കൃഷ്ണലീല, വിനായകൻ, അങ്ങനെ 6 തരത്തിലുള്ള വില്ലാണ്. അതാത് പൂജ ചെയ്യുന്ന, അതായത് അവിടുത്തെ പൂജാരിമാർ ഇത് ഏറ്റുവാങ്ങും. 12 വില്ലുകളിൽ ഈ 2 എണ്ണം വീതം ഏറ്റുവാങ്ങിയിട്ട് പത്മനാഭസ്വാമിയുടെ ഉദരഭാഗത്ത് വലിയ വില്ലും ദശാവതാരം വരച്ചത് നരസിംഹമൂർത്തി. അതിനകത്ത് പ്രധാന ദേവനായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് നരസിംഹമൂർത്തിയാണ്. അപ്പം നരസിംഹമൂർത്തിയുടെ വിഗ്രഹത്തിൻ്റെ 2 വശങ്ങളിലായിട്ടും ശ്രീരാമ പട്ടാഭിഷേകം വരച്ച് ശ്രീരാമൻ്റെ വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലും ശാസ്താവ്, കൃഷ്ണലീല, വിനായകൻ അതാത് വിഗ്രഹങ്ങളുടെ ഇരുവശങ്ങളിലായിട്ട് ചാരി വയ്ക്കും. അതിനെ ചാർത്തുക എന്ന് പറയുന്നു. 2 വശങ്ങളിലായിട്ട് ചാരി വയ്ക്കുന്നു. ആ ചാരി വെച്ചതിന് ശേഷം ധാരാളം ഭക്തന്, അത് ആദ്യം അനുജൻ പറഞ്ഞ പോലെ ആദ്യത്തെ ദർശനം നമുക്കാണ് ഈ ഓണവില്ല് ചാർത്തിയതിന് ശേഷം. അത് കഴിഞ്ഞ് കണ്ട് ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ടായിരിക്കും. എല്ലാ വർഷവും നാൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. നല്ല തിരക്കായിരിക്കും. 3 ദിവസം ഈ വില്ലുകൾ കണ്ടു തൊഴാൻ വേണ്ടി, വില്ലുകൾ ചാർത്തിയ ഭഗവാനെ കണ്ടു തൊഴാൻ വേണ്ടിയിട്ട് ധാരാളം ഭക്തജനങ്ങൾ വരും. അപ്പം ഇത് തന്നെ ഈ തമ്പുരാട്ടിമാരും രാജകുടുംബാംഗങ്ങൾ എല്ലാവരും ഈ തിരുവോണ ദിവസം ഈ വില്ല് ചാർത്തിയ ഭഗവാനെ കണ്ടു തൊഴാൻ വേണ്ടിയിട്ട് എല്ലാ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും വരും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചില സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വന്ന് കണ്ട് തൊഴുതിന് ശേഷം 3 ദിവസം തിരുവോണം അവിട്ടം ചതയം 3 ദിവസം ഈ വിഗ്രഹങ്ങളിൽ ചാർത്തിയിരിക്കും. അപ്പം അവിടെ നിന്ന് എടുത്ത് മാറ്റാറില്ല. അപ്പം ഞങ്ങൾ അത്രത്തോളം വളരെ പരിപാവനമായിട്ട് ചെയ്ത് എടുക്കുന്ന വില്ലുകൾ അതാത് വിഗ്രഹങ്ങളിൽ 3 ദിവസം, സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇല്ല. ഒരു ചാർത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ എടുത്ത് മാറ്റുകയാണ് പതിവ്. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗ്യം, അതൊരു മുജ്ജന്മ സുഹൃതമായിട്ട് കരുതുന്നു. ഈ വില്ലുകൾ 3 ദിവസവും അവിടെ ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കും. 4ാമത്തെ ദിവസം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പൂജാമുറിയിൽ സൂക്ഷിക്കണമെന്നാണ് ആചാരം. അപ്രകാരം തന്നെയാണ് നടക്കുന്നത്. കാര്യം അതിന് ഏറ്റവും വലിയ തെളിവായിട്ട് 1516 അന്നത്തെ വൈസ്രായി ആയിരുന്ന ഒരു പ്രഭു, ലണ്ടനിലെ ഒരു പ്രഭു ഇവിടെ വന്നപ്പോൾ അന്നത്തെ രാജാവ് സമ്മാനിച്ച ഒരു ദശാവതാര വില്ല് ലണ്ടൻ മ്യൂസിയത്തിൽ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നതായിട്ട് എനിക്കൊരു അറിവുണ്ടായി. അപ്പം ഞാനത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളാണ് കണ്ടത്. ആ കുട്ടി എനിക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചു. ഞാനതൊരു ഹിന്ദു പത്രത്തിൽ അതൊരു വാർത്തയാക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ആ ലണ്ടൻ മ്യൂസിയത്തിൽ ഇപ്പം ഇംഗ്ലീഷിൽ ബോ എന്ന് പറയുമ്പം ആയുധമാണ് വില്ല്, അമ്പും വില്ലെന്നുള്ളത്. അമ്പും വില്ലുമായിട്ട് യാതൊരു സാമ്യമില്ലെങ്കിൽ പോലും ആ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഈ വില്ല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് അതിനുശേഷം അവിടുത്തെ മ്യൂസിയത്തിലെ ഡയറക്ടർ ഒരു സെറ്റ് വില്ല് അവിടെ ഏൽപ്പിക്കണം, അവർ അതിന് നല്ല രീതിയിൽ പരിഗണന നൽകി വയ്ക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതിന് ആ കുട്ടി ഇവിടെ വന്നതിന് ശേഷം അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ വില്ലുകൾ ഇങ്ങനെ പല രാജ്യങ്ങളിലും ഈ രാജകുടുംബത്തിൽ നിന്നും ഒരു ഓണം കഴിഞ്ഞ് അടുത്ത ഓണത്തിന് പുറത്തെടുക്കുന്ന വില്ലുകൾ ഏറ്റവും പ്രസാദമായിട്ട് വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ളതായിട്ട് അറിയാം. അതിന് തെളിവുകളുമുണ്ട്. ഇങ്ങനെ ഒന്ന് ആചരിക്കുന്ന ഒരു ആചാര രീതിയാണ് ഈ കുടുംബത്തിനുള്ളത്. പുതിയ തലമുറയിൽ ഈ ഓണവില്ല് കുടുംബത്തിൽ പുതിയ തലമുറയിൽപ്പെട്ട ഒരാളെയും കൂടെ നമുക്ക് പരിചയപ്പെടാം. അനന്തപത്മനാഭൻ.
എങ്ങനെയാണ് ഈ ഒരു എന്താ പറയാൻ അച്ഛനും അപ്പനും എങ്ങനെ എല്ലാവരും ഓണവില്ല് ആ ഒരു കുടുംബത്തിൽ പെട്ടതാണ്. ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ വിശ്വാസങ്ങൾ അതുപോലെ ഇങ്ങനെയുള്ളതിനൊന്നും അത്ര വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നൊരു ടൈമാണ്. എങ്ങനെയാണ് അപ്പോൾ ഇതിൽ അവർ പറഞ്ഞിട്ട് ഇതിലേക്ക് വന്നപ്പോൾ ഒരു പാഷനായിട്ടാണോ അല്ല കുടുംബത്തിലെല്ലാവരും അത് പറഞ്ഞിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതൊക്കെ ഇൻബോണായിട്ട് കിട്ടുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞു നാൾ മുതൽ 3 വയസ്സ് മുതലേ ഞാൻ കണ്ടു വളർന്നതും ഇതാണ്, അച്ഛൻ വരയ്ക്കുന്നത്. അപ്പം ഞാൻ കൂടെ അച്ഛൻ്റെ കൂടെ ഓണവില്ല് വരയ്ക്കാനും ബാക്കി സഹായത്തിനെല്ലാം കൂടെ ഉണ്ട്. അപ്പം എന്നെ പോലെ എൻ്റെ അനുജന്മാരും ഇപ്പം എൻ്റെ അനിയത്തിമാരും കൊച്ചച്ഛൻ്റെ മോളായിരുന്നാലും അവൾ കുഞ്ഞാണ്, അവൾ 3 വയസ്സാണ്. 3 വയസ്സ് മുതലേ അവളും ഉണ്ട്. അവളിപ്പം UKG-യിലാണ്. അവളും ഇതിൽ നിറങ്ങളെല്ലാം വിടും. ഇതൊക്കെ ഓരോ ഇതായിട്ട് കിട്ടുന്നതാണ്, നമുക്ക് ആരും പഠിപ്പിച്ച് ചെയ്യുന്നതല്ല, നമ്മളത് കണ്ട് വളർന്ന് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ് അതിലൊരു വിശ്വാസം കാര്യങ്ങളൊക്കെ ഇപ്പം ഇവർ പറഞ്ഞിട്ടുള്ള കുറേ അറിവുകളല്ലേ ഉള്ളൂ. എങ്ങനെയാണ് ഇത് വരയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടോ അതോ ഇവർ കൂടെ തന്നെ ഇരുന്ന ഇല്ല, വരയ്ക്കാനൊന്നും പഠിച്ചിട്ടില്ല. ഞാനായിരുന്നാലും എൻ്റെ അനിയത്തിമാരായിരുന്നാലും വരയ്ക്കാനൊന്നും പഠിച്ചിട്ടില്ല. നമ്മളിതെല്ലാം കണ്ട് വളർന്ന് വരുന്നതാണ്, ജന്മനാ കിട്ടുന്ന ഒരിതാണ്. കാരണം ഈ കുടുംബത്തിൽ ജനിക്കാൻ പറ്റിയത് തന്നെ ഒരു വളരെ വലിയ ഭാഗ്യമാണ്. അതിനോടൊപ്പം ഭഗവാൻ തരുന്ന ഒരു ഗിഫ്റ്റായിട്ടാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ കുടുംബത്തിൽ ഉള്ളവർക്കാണ് തിരുവോണ നാളിൽ നമുക്ക് ഭഗവാനെ ഓണവില്ല് ചാർത്തിയതിനു ശേഷം ഭഗവാനെ നേരിട്ട് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് പോലും ഈ ഒരു കുടുംബത്തിലുള്ളവർക്കാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരുന്നാലും അവരൊക്കെ എങ്ങനെയാണ് ആ ഒരു ഇതിനെടുക്കുന്നത്? വളരെ ഭക്തിയോടെയാണ് കാണുന്നത്. അപ്പോൾ കൂടെ കൂട്ടുകാരന്മാരായിരുന്നാലും അവർ എന്നെ വലുതായിട്ട് അങ്ങനെ കളിയാക്കാനോ, കാരണം ദൈവികമായിട്ട് ചെയ്യുന്നത് കാരണം അവർക്ക് വളരെ വലിയൊരു കൂട്ടുകാരെന്ന് പറയാൻ തന്നെ അവർക്ക് വലിയൊരു അഭിമാനമാണ്. പത്രങ്ങളായിരുന്നാലും ഇതെല്ലാം ടീച്ചർമാരെ കാണിക്കുമ്പോൾ അവർക്കും വളരെ സന്തോഷമാണ്. അവരൊക്കെ ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ടോ എങ്ങനെയാണ് ഇതിൻ്റെ ഓണവില്ലിൻ്റെ നിർമ്മാണങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ക്ഷേത്രവുമായിട്ട്? കാരണം ഒരുപാട് പേർക്കുള്ളൊരു ഇപ്പോൾ പുതിയൊരു ജനറേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ബിസിനസിന്റെ കണ്ണോടുകൂടിയായിരിക്കും അല്ലേ എല്ലാവരും കാണുന്നത്. അപ്പോൾ ആ രീതിക്കുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ ധാരാളം ചോദിച്ചു, ഇതൊക്കെ ബിസിനസ് ആക്കിക്കൂടെ, കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെയ്തുകൂടെ? അപ്പം ഞാൻ പറയും അതങ്ങനെ പറ്റൂലല്ലോ, കാരണം ഇത് ആചാരപരമായിട്ട് ചെയ്യുന്നതാണ്, ഇതൊക്കെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്, അങ്ങനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ എന്താ പറയുക, ഈ ഓണത്തിന് തരാൻ പറ്റിയ എല്ലാവർക്കും തരാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കലയും പാരമ്പര്യവും എല്ലാം ഒത്തിണങ്ങിയ ഓണവില്ല് കുടുംബത്തിൻ്റെ കൂടെയാണ് ഈ പ്രാവശ്യം നമ്മൾ ഓണം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഓണാശംസകൾ കൂടെ നേരെയാണ്. ഓണാശംസകൾ.